കാലിക്കറ്റ് സർവകലാശാലയിൽ KSU MSF തർക്കം പരിഹരിച്ചു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവും MSFും ഒന്നിച്ച് മത്സരിക്കും. യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇരു വിഭാഗവും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് മുന്നണി ബന്ധം വഷളായത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചെയ്യുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വിഷയത്തിലൊരു സമവായം ഉണ്ടായിരിക്കുന്നു, ഇക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് UDSF എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചെയർമാൻ സ്ഥാനം ഇത്തവണ MSFന് വേണമെന്നുള്ളതായിരുന്നു MSFന്റെ അവകാശവാദം. എന്നാൽ MSFന് നൽകില്ല, അത് KSU തന്നെ അത് തുടരുമെന്നുള്ളതായിരുന്നു KSUയുടെ വാദം. ഇതോടുകൂടിയാണ് ഈ മുന്നണി ബന്ധം അവതാളത്തിലാവുകയും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഇരു നേതാക്കളും ഇരു വിഭാഗവും സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൽ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. വിഷയത്തിൽ ഇപ്പോൾ UDSF തന്നെ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ചെയർമാൻ സ്ഥാനം നിലവിൽ KSUവിൽ നിന്നും അത് MSFന് നൽകാൻ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം അത് KSUവിന് നൽകാനും നിലവിൽ ധാരണയായി മാറിയിരിക്കുകയാണ്. ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ മുന്നണി ബന്ധം തന്നെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുന്നണിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള വിലയിരുത്തൽ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് കാലിക്കറ്റ് സർവകലാശാല ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരുങ്ങുന്നത്. 8 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ വർഷമാണ് ഭരണം UDSF തിരിച്ചുപിടിച്ചത്. ആ ഭരണം നിലനിർത്താനാണ് UDSFന്റെ ഒരു നീക്കം എന്നുള്ളത്. എന്നാൽ ആ ഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് SFI മുന്നോട്ട് പോകുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.